കൊല്ലക്കാലം ഞങ്ങൾ സമരങ്ങൾ നടത്തിയില്ല. ഇനി ഞങ്ങൾ സമരങ്ങൾ നടത്തും, തിരിച്ചടിക്കും. എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന വാക്കുകളാണ്. 10 കൊല്ലം ഞങ്ങൾ തിരിച്ചടിച്ചിട്ടില്ല, ഇനി ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള വലിയ വലിയ വിപ്ലവങ്ങളൊക്കെയാണ് എസ്.എഫ്.ഐ സഖാക്കന്മാരൊക്കെ പറഞ്ഞു വരുന്നത്. ഈ 10 കൊല്ലക്കാലം സമരങ്ങൾ നടത്തിയില്ല അല്ലെങ്കിൽ തിരിച്ചടിച്ചില്ല എന്ന് പറയുമ്പോൾ പോലീസിനോടാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ 10 കൊല്ലക്കാലം അവർക്ക് നിലപാടുകൾ ഇല്ലായിരുന്നു. വിദ്യാർത്ഥികൾ നേരിട്ട വിഷയങ്ങളിൽ പോലും അവർക്ക് നിലപാടുകൾ ഇല്ലായിരുന്നു എന്നതിന്റെ ഉദാഹരണമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ KSU ഒക്കെ ഇനി KSU ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, സർക്കാർ കാണിക്കുന്ന എന്ത് നെറുകേടും നോക്കി നിൽക്കുന്നവരല്ല അവർ. അതാണ് ഈ പറയുന്ന SFIയും KSU യൂത്ത് കോൺഗ്രസ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത് ഇവരെല്ലാം കളിയാക്കുന്ന ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ കാണിക്കുന്നതിനോട്, സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളോട്, നയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ രേഖപ്പെടുത്തും. ഇനി നമുക്ക് SFIയിലേക്ക് വരാം. SFI, DYFI പോലുള്ള സംഘടനകൾ സർക്കാർ എന്ത് കാണിച്ചാലും വായടച്ച് നോക്കിയിരിക്കുന്ന കഴിഞ്ഞ 10 വർഷങ്ങളാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്താലും വലിയ വായിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കില്ല, പക്ഷെ ഞങ്ങളെ തിരിച്ചാക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന്. ആരെ തിരിച്ചടിക്കുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്ന? പോലീസിനെയോ? കഴിഞ്ഞ ദിവസം പാലക്കാട് നമ്മൾ കണ്ടിരുന്നു, കുപ്പി എടുത്തെറിഞ്ഞ ഒരു പോലീസുകാരന്റെ തല പൊട്ടിക്കുന്ന. ഇതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ 10 വർഷങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വലിയ അടിപിടി അക്രമങ്ങളില്ലാത്ത, ഹർത്താലില്ലാത്ത 10 വർഷങ്ങൾ കടന്നുപോയി. അത് കോൺഗ്രസിന്റെ കൃത്യമായ സംവിധാനം തന്നെയായിരുന്നു. VD സതീശൻ എടുത്ത നിലപാടുകളുടെ കൂട്ടത്തിൽ ചേർക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ പറഞ്ഞ ഈ ഹർത്താൽ ഉണ്ടാകുന്നില്ല, വഴക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളൂ, സമരങ്ങൾ നടത്തിയെന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അക്രമ പരിപാടികൾ കുറവായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും KSUവും തെരുവിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും അടികൊണ്ട KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KM അഭിജിത്തിന്റെ പേര് പറയും. പിണറായി സർക്കാരിന്റെ ആദ്യ 5 വർഷക്കാലം ശക്തമായി തെരുവിൽ പോരാടിയ, വിദ്യാർത്ഥി വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ കൂടുതൽ നിലപാടുകൾ എടുത്ത നേതാവായിരുന്നു. അതിനുശേഷം 5 കൊല്ലക്കാലം പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലോഷ്യസ് സേവ്യർ ആയിരുന്നു. അലോഷ്യസ് സേവ്യറിന്റെ കാലഘട്ടത്തിലും അലോഷ്യയുടെ തല തല്ലിപ്പൊടിക്കുന്ന വീഡിയോ വരെ നമ്മൾ കണ്ടതാണ്. കേരള പോലീസ് ആയിരുന്നു. ഈ പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചിട്ടില്ല എന്നാണ് ഈ SFIക്കാർ പറയുന്നത്. ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ചു പൊട്ടിച്ചത് ആരാണ്? എന്നിട്ട് മൂക്കിൽ മൂക്കിലടിച്ച് മൂക്കിന്റെ പാലം പൊട്ടിക്കഴിഞ്ഞാൽ മീശ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മൂക്കിൽ ബാൻഡേജ് ചുറ്റി പ്രതിഷേധം നടത്തിയ ആരാണ്? ഇവിടുത്തെ SFIക്കാരാണ്. എനിക്ക് തോന്നുന്നു ആ സംസ്ഥാന സെക്രട്ടറി അതിന് വലിയ വായിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കൂത്തുപറമ്പിലെ ഞങ്ങളുടെ രക്തസാക്ഷികളെ അറിയാലോ, ഞങ്ങൾ പോലീസിന്റെ തോക്കിന് മുന്നിലൊന്നും അടിപതറാത്ത പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഈ കൂത്തുപറമ്പൊക്കെ? കൂത്തുപറമ്പിൽ അവർക്ക് ജീവിച്ചിരുന്ന ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്തിനാണ് രക്തസാക്ഷിത്വം വഹിച്ചത് എന്ന് ആലോചിച്ച് നോക്കണം. ഈ SFIയുടെ നേതാക്കന്മാര് ഇവിടെ വിദേശ സർവകലാശാലകൾ വരുന്നതിന്റെ പേരിലായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് വിദേശ സർവകലാശാലകൾക്ക് ഒപ്പുവെച്ചതാരാണ്? ഇവിടുത്തെ പിണറായി സർക്കാരാണ്. അന്ന് നിങ്ങളുടെ നിലപാടുകൾക്ക് എന്താ മാറ്റം വന്നുപോയോ? വിദേശ സർവകലാശാലകൾ അന്ന് പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തുന്നു, ഇന്ന് അതിന് വേണ്ടിയിട്ട് വാദിക്കുന്നു. ഇതാണ് എപ്പോഴും ഈ SFIക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ ഏറ്റവും കളിയാക്കി പറയുന്നത്. DYFI ആണെങ്കിലും CPM ആണെങ്കിലും ഇവരെല്ലാം കളിയാക്കി പറയുന്നത് എന്തുകൊണ്ടാണ്? വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അവർക്ക് ബോധോദയം ഉണ്ടാകൂ. ട്രാക്ടർ വരുമ്പോൾ സമരം ചെയ്യുന്നു, കമ്പ്യൂട്ടർ വരുമ്പോൾ സമരം ചെയ്യുന്നു, സീപ്ലെയിൻ വന്നപ്പോൾ സമരം ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത് വന്നാലും ആദ്യം സമരം, പിന്നീട് അനുകൂലിക്കുന്നു. എന്തിന്? സ്വാതന്ത്ര്യ സമരം കിട്ടിയിട്ട് കഴിഞ്ഞ 2 കൊല്ലം മുമ്പിട്ടാണ് അവര് ഇന്ത്യൻ പതാക പൊക്കുന്നത്. അതിനു മുമ്പിട്ട് വരെ അവര് മറ്റേ കരിങ്കൊടിയായിരുന്നു. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കരിങ്കൊടി പൊക്കി നടന്ന ടീംസ് ആണ് ഇപ്പോ ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിന്ന ആളുകൾ എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ നവകേരള സദസ്സിലൊക്കെ കണ്ടു, പ്രതിഷേധിക്കാൻ കരിങ്കൊടി കാണിച്ചവരെ ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഒക്കെ തല്ലുന്നതും ബഹളം വയ്ക്കുന്നതും ഒക്കെ കണ്ടു. നിങ്ങൾ എന്തിനു പ്രതിഷേധിക്കുന്നു? ഗൺമാൻമാർ വരെ ഇറങ്ങി നടിക്കുന്ന നമ്മൾ കണ്ടു. അതെ, നിങ്ങൾ എന്തിനു പ്രതിഷേധിക്കുന്നു എന്ന് ചോദിക്കുന്ന കണ്ടു. ശരിക്കും രാഹുൽ, ഞാൻ പറയുന്നത് ഇനി ഒരു 5 വർഷം ഇവര് കുറച്ച് വെയിലത്തൊക്കെ ഇറങ്ങി പണിയെടുക്കട്ടെ. ഇപ്പൊ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെല്ലാം തടയിട്ട് ഒരു പുതിയ വികസനം വരുമ്പോൾ തടയിടുന്നു. എന്നിട്ട് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് അടുത്ത് ഇനി ഒരു 5-10 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ ഇവർ കൊണ്ടുവരുന്നു, ക്രെഡിറ്റ് എടുക്കുന്നു.
എടുക്കുന്നു. ഇതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്നത്. അപ്പൊ ഈ കുട്ടി സഖാക്കന്മാരെല്ലാം അവിടെ എവിടെയൊക്കെ ഇരുന്ന് വെറുതെ പോസ്റ്റുകളൊക്കെ ഇട്ടും മറ്റേ ഗുൽമോഹർ പൂക്കുന്ന ഇടം എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതിയൊക്കെ ഇരിക്കുമല്ലായിരുന്നു. SFIക്കാർക്ക് സമരം ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും സമരം ചെയ്യാൻ എന്തെങ്കിലും ആവശ്യം വേണ്ടേ? അപ്പോ ബാക്കിയുള്ള വിദ്യാർത്ഥി പക്ഷം, അതായത് പിണറായി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലെ വിദ്യാർത്ഥി പക്ഷ നിലപാടുകളൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഗവർണർ ഉണ്ടല്ലോ, ഗവർണർ വരുമ്പോ ഗവർണർക്കെതിരെ സമരം ചെയ്യണം. ഗവർണർക്കെതിരെ ഗവർണർക്ക് വേണ്ടിയിട്ട് തുപ്പാൻ വേണ്ടിയിട്ട് കോളാമ്പി കൊണ്ട് കിടക്കുന്നു. ഗവർണർ തുപ്പി നാറ്റിച്ച് കിടക്കുകയാണ്. ഗോ ബാക്ക് ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഒരു സമയത്ത് SFI ഗവർണർ സംഘർഷം, ഇന്നും തലസ്ഥാനത്ത് SFI ഗവർണർ സംഘർഷം. എന്തെങ്കിലും പറയാൻ വേണ്ടേ? എന്തെങ്കിലും ചെയ്യാൻ പണി വേണമല്ലോ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ സമയം തന്നെ ഇവര് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കൂ. കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും താഴേക്ക് ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. എത്ര സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാരുണ്ടായിരുന്നു, എത്ര കോളേജുകളിൽ ഇപ്പോഴും അധ്യാപകരുണ്ട്, എത്ര കോളേജിൽ കൃത്യമായിട്ട് ഒരു പ്രിൻസിപ്പലുള്ള എത്ര കോളേജുകളുണ്ട്. കൃത്യമായിട്ട് ഒരു നിയമനം പോലും നടത്താൻ കഴിയാത്ത 10 വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇപ്പോഴും കോളേജുകളിൽ ഗസ്റ്റ് ലെക്ചർമാരാണ് വന്നും മാറിയും തിരിഞ്ഞും പൊക്കോണ്ടിരിക്കുകയാണ്. പൈസ കൊടുക്കാനില്ല ഗസ്റ്റ് ലെക്ചർമാർക്ക്. ഈ 10 വർഷ കാലഘട്ടത്തിനിടയിലാണ് സംഭവിക്കുന്നത്. SFI ഒരു വാക്ക് മിണ്ടിയോ? കേരളത്തിൽ ഇത്രയും യൂണിവേഴ്സിറ്റിയിൽ കിടക്കുമോ? കേരള യൂണിവേഴ്സിറ്റിയിൽ പോലും പഠിപ്പിക്കാൻ അധ്യാപകരില്ല, ഗസ്റ്റ് ലെക്ചർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഒരക്ഷരം കേരളത്തിലെ SFI ഒന്നും മിണ്ടിയോ? ഒന്നും മിണ്ടിയില്ല. കേരളത്തിൽ ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമോ? PM ശ്രീ പദ്ധതി നടത്തിയപ്പോ അങ്ങനെ ചെയ്യല്ലേ മുഖ്യമന്ത്രി എന്നൊരു വാക്ക് മിണ്ടാൻ, ഒരു വാക്കൊന്ന് ഉരിയാടാൻ ഇവിടുത്തെ SFIക്കാർക്ക് കഴിഞ്ഞോ? അന്ന് CPI പോലും കർക്കശ നിലപാടെടുത്ത് ഇതിൽ നിന്ന് പിന്മാറില്ല, നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് CPI ഒക്കെ മുന്നോട്ട് നിന്നപ്പോഴും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളൊരു വായടച്ച് മിണ്ടാട്ടം ഉണ്ടിരിക്കുന്ന SFIക്കാരെ നമ്മൾ കണ്ടത് PM ശ്രീ പദ്ധതി വരുന്ന സാഹചര്യത്തിലാണ്. ഇവിടുത്തെ ASF പോലും സമരത്തിനായിട്ട് ഇറങ്ങി. അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ SFI വന്ന് 2 വാക്ക് പറഞ്ഞിട്ട് പോകുന്നതിനപ്പുറത്തേക്ക് അതിനെതിരെ ഒരു പ്രതിഷേധം രൂപീകരിക്കാൻ കേരളത്തിലെ ക്യാമ്പസിൽ, ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം കേരളത്തിലെ ക്യാമ്പസുകളിലാണല്ലോ SFI സമരങ്ങളുമായിട്ടൊക്കെ വരുന്നത്. ഒരു സമരം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം കാണിക്കാൻ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിഷേധം കാണിക്കാൻ ഇവിടുത്തെ SFI നേതാക്കന്മാർക്ക് കഴിയാതെ പോയത് എന്തേ? ഈ 5 കൊല്ലം ഇവർ പോലീസിനെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഒരു വലിയൊരു വിഷയം അടി നടക്കുന്നതിനിടയിലേക്ക് പോലീസ് വന്ന് SFIക്കാരെ അടിച്ചോടിക്കുന്ന ഒരു വിഷയമുണ്ടായി. അതിന്റെ പേരിൽ ഒരു പോലീസുകാരനെ മാളിലിട്ട് അടിക്കുന്ന അക്രമം, പോലീസുകാരെ തെരഞ്ഞു പിടിച്ച് SFIക്കാർ അടിക്കുമ്പോഴും ഇതിനു മുകളിലുള്ള പോലീസുകാരെ വായടച്ച് മിണ്ടാതിരുന്നത് SFIയെ പേടിച്ചിട്ടൊന്നുമല്ല, സർക്കാരിനെ പേടിച്ചിട്ട് തന്നെയാണ്. പിണറായി വിജയൻ സഖാവിനെ പേടിച്ചിട്ട് തന്നെയാണ്. SFIക്കാരെ തൊട്ട് കഴിഞ്ഞാലേ ജോലി പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. ലാസ്റ്റ് സ്റ്റേഷൻ ഡ്യൂട്ടി, അവിടെ ഡ്യൂട്ടി, ഇവിടെ ഡ്യൂട്ടി, ലാസ്റ്റ് മനമടുത്ത്. എത്ര പോലീസുകാരാണ് ഈ 10 കൊല്ലക്കാലം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഞാൻ പല പോലീസുകാരോടും ചോദിച്ചു, ഈ പണി മതിയാക്കി വല്ല ടാക്സി ഓടിക്കാൻ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന എത്ര പോലീസുകാരനെന്ന് അറിയാമോ? അത് കോൺസ്റ്റബിൾമാരൊന്നും അല്ല, ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ ചിന്തിക്കുകയാണ് ഇതെല്ലാം മതിയാക്കി വല്ല ടാക്സി വല്ല ഓടിക്കാൻ പോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഓട്ടോ ഓടിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു, ഇതിലും വലിയ അന്തസ്സുണ്ട് എന്ന് പറയുന്ന പോലീസുകാരെ ഈ 10 കൊല്ലക്കാലത്ത് ഞാൻ കണ്ടു. ഞാൻ പല പോലീസുകാരോട് സംസാരിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. ഓടിക്കുകയാണ്. ഈ സർക്കാരിനെ പിന്താങ്ങാത്ത, ഈ സർക്കാരിന് വേണ്ടിയിട്ട് ഓച്ചാലം പാടി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ അല്ലാതെ ബാക്കി എല്ലാവരെയും ഏറ്റവും ക്രൂരമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത് ഈ 10 വർഷക്കാലം കൊണ്ടാണ്. അതെ, ഈ പോലീസിന്റെ പിന്നാലെ നടന്ന, അവരെ കല്ലെറിയാനും കുപ്പിയെറിയാനും നടന്ന ഈ സമയത്ത് എത്ര പേർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് സംസാരിക്കാമായിരുന്നു? നട്ടെല്ല് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ രാഷ്ട്രീയ ആശയങ്ങളോട് ഒത്തു നിൽക്കുന്നത് ഓക്കെ, പക്ഷെ അടിമകളാകുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. 10 കൊല്ലക്കാലം ഞങ്ങൾ അടിമകളായിരുന്നു എന്നല്ലേ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. 10 കൊല്ലക്കാലം ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല, 10 കൊല്ലക്കാലം ഞങ്ങൾ തിരിച്ചടിച്ചിട്ടില്ല, ഇനി ഞങ്ങൾ തിരിച്ചടിക്കും. 10 കൊല്ലക്കാലം ഇവൻ അടിമയായിരുന്നു. പിണറായി വിജയൻ പറയുന്നത് മാത്രം കേട്ട് വായിൽ കൈ തിരികെ വെക്കുന്ന, ഓ തമ്പ്രാന്ന് ഓച്ചാനിച്ച് നിൽക്കുന്ന SFI നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത്. അതെ,
ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടു. ആശാ വർക്കർമാരുടെ സമരം കണ്ടു. CPO റാങ്ക് ലിസ്റ്റിലുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സമരം നമ്മൾ പ്രത്യേകം കണ്ടു. നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോയ എത്ര ഉദ്യോഗാർത്ഥികളെ കണ്ടു. ഇപ്പൊ അവരുടെ പ്രായത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അതേ പ്രായത്തിലുള്ള യുവാക്കൾ കഷ്ടപ്പെട്ട് പഠിച്ച റാങ്ക് ലിസ്റ്റിൽ വന്ന് കരഞ്ഞും മുടി മൊട്ടയിടിച്ചും മണ്ണ് വാരി തിന്നും അവിടെ പ്രതിഷേധിക്കുന്നതും വിഷമിക്കുന്നതും കണ്ടു. അന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു ഐക്യദാർഢ്യം, അല്ലെങ്കിൽ ഇവരെല്ലാം കളക്റ്റീവായിട്ട് സർക്കാരിന് ഒരു അപ്പീൽ കൊടുക്കുകയാണ്, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഈ വണ്ടിയിൽ ആ സെക്രട്ടേറിയറ്റിന് മുന്നേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അവരെ ഒന്ന് പോയി കണ്ട് സംസാരിച്ച് അവരെ അഡ്രസ് ചെയ്യുക എന്നുള്ളൊരു മിനിമം മര്യാദ കാണിക്കണം എന്ന് ഒരു SFIക്കാരനോ ഒരു DYFIക്കാരനോ സർക്കാരിനോട് അവരുടെ പ്രസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു മാനുഷിക പരിഗണന പോലും ഇവർക്ക് ആർക്കും കൊടുക്കാത്ത ഇവരെല്ലാം ഇനി അടുത്ത 5 വർഷം ഞങ്ങളെ നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുമ്പോൾ ഇനി 5 വർഷം ഗുണ്ടായിസം കാണിക്കാനുള്ള പോലീസിനെതിരെ എടുത്തു ചാടാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണോ ഇത് കാണുന്നത്? നമ്മൾ ചോദിക്കേണ്ടി വരും. പക്ഷെ ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇനി ഈ പറഞ്ഞ കുട്ടി സഖാക്കന്മാരെ ഈ പോലീസോ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാരും ആരും മൈൻഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയേറെ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പാലക്കാട് തോറ്റു എന്നവർ ഉറപ്പിച്ച ശേഷം പോലീസിനെ എടുത്ത് കുപ്പി എറിയുന്നു. അപ്പോൾ പോലീസ് കൃത്യമായി തിരിച്ചടിച്ചത് നമ്മൾ കണ്ടു. കഴിഞ്ഞ 10 വർഷത്തെ ഫ്രസ്ട്രേഷൻ പോലീസ് തീർത്തത് കണ്ടു. പാർട്ടി ഓഫീസിനകത്ത് കയറി ചെയ്യണമെങ്കിൽ എത്രമാത്രം തിരികെ ദ്രോഹം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പാർലമെന്റിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിക്കുമ്പോൾ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് വന്ന് തല്ലിപ്പൊളിക്കുമ്പോൾ SFIക്കാർ ഇതൊന്നും ഓർത്തില്ല. കേരളത്തിൽ ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ കേരളത്തിന്റെ നിയമസഭയ്ക്കുള്ളിലും പാർലമെന്റിലും ഒരു വിദ്യാർത്ഥി സംഘടന നിരോധിക്കണം, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി സംഘടനയെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണമെന്ന് പറയേണ്ടുന്ന ഒരു അവസ്ഥ ഈ നാട്ടിലുള്ള സ്വന്തം സംഘടനയിലുള്ളവർക്ക് വരെ വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ അത് കണ്ണും പൂട്ടി കേൾക്കേണ്ട ഒരു അവസ്ഥ, പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് കേരളത്തിലെ SFIക്കാർ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിച്ചതിന്റെ പേരിൽ പാർലമെന്റിൽ വരെ ചർച്ചയായ ഒരു വിഷയമാണ് ഈ യുവജന സംഘടനയെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ്? ഇവരുടെ ആക്രമണമാണ്. ഇത് ഇപ്പോൾ തന്നെ പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പോലീസിൽ, അതായത് ഇനി അവർ ചെയ്യാൻ പോകുന്നത് അവർക്കെതിരെ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും തെരുവിൽ നേരിടാനുള്ള കാര്യങ്ങളുമായിട്ടാണ് SFI പോകാൻ പോകുന്നത്. എന്താണെങ്കിലും കേരള പോലീസാണ്, പിണറായി വിജയന്റെ കാലത്തെ പോലീസ് അല്ല. കുട്ടി സഖാക്കൾ അത് ഓർക്കുന്നത് നല്ലതായിരിക്കും.